കുറുക്കിക്കൊള്ളുന്ന ചെറുകുറിപ്പുകൾ, അവയ്ക്കൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേരും. ഫേസ്ബുക്ക് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന പത്തനംതിട്ട കാത്തോലിക്കറ്റ് കോളേജിലെ മിടുക്കനായ KSU പ്രവർത്തകൻ അതിവേഗമാണ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ജനകീയനായത്. കോവിഡ് കാലത്ത് TV ചർച്ചകളിലും സജീവമായതോടെ പൊതുയിടത്തും ആ ചെറുപ്പക്കാരൻ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി. രാഷ്ട്രീയത്തിൽ ഗോഡ്ഫാദറായ ഷാഫി പറമ്പിൽ ആ കൈ മുറുക്കി പിടിച്ചതോടെ ശരവേഗത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവനേതാവിന്റെ ചുവടുവെപ്പുകൾ. ആദ്യം ഷാഫിക്ക് പിൻഗാമിയായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി. പിന്നെ ഷാഫി പാലക്കാട് MLA സ്ഥാനം വിട്ട് വടകരയുടെ MP എന്ന പദവിയിലേക്ക് വണ്ടി കയറിയപ്പോൾ പകരം സീറ്റുറപ്പിച്ചു. സീറ്റ് പ്രതീക്ഷിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് സരിൻ പാർട്ടി വിട്ട് വിമതനാകുന്നതിലേക്ക് നയിച്ചിട്ടും ഷാഫിയുടെ വാശിയിൽ സ്ഥാനാർത്ഥിയായ രാഹുൽ വെല്ലുവിളികളെയെല്ലാം അതിജയിച്ച് റെക്കോർഡ് വിജയത്തിൽ 35-ാം വയസ്സിൽ പാലക്കാടിന്റെ MLAയുമായി. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. വിണ്ണിൽ താരകമായി ഉദിച്ചുയർന്നപ്പോഴും ഏറ്റവും അടുപ്പത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഇടപഴകിയവരെല്ലാം ഒരു പ്രതിനായകന്റെ സാന്നിധ്യവും തിരിച്ചറിയുന്നുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഒപ്പം മത്സരിച്ച അബിൻ വർക്കിയെ തോൽപ്പിച്ചത് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ചേർത്തുവച്ചുള്ള വോട്ടിന്റെ ബലത്തിലാണെന്ന ആക്ഷേപം പാർട്ടിക്കകത്തു നിന്ന് തന്നെയാണ് ആദ്യമുയർന്നത്. വഴിവിട്ട ഇടപെടലുകളിൽ പെണ്ണുപിടിയൻ എന്ന ആരോപണമായിരുന്നു ഏറ്റവും ഗൗരവമേറിയത്. രാഷ്ട്രീയത്തിന്റെ സ്വാധീനവും അധികാരത്തിന്റെ സാധ്യതകളും പൊതുപ്രവർത്തനത്തിനപ്പുറം പെൺകുട്ടികളെ വലയെറിഞ്ഞിരകളാക്കി ആത്മനിന്ദയുടെ പടുകുഴികളിലേക്ക് തള്ളിവിട്ട് കുറ്റബോധത്തിന്റെ കണിക ലവലേശമില്ലാതെ ഹൂക്കേഴ്സ് എന്ന് അയാൾ അമിത ആത്മവിശ്വാസം കൊണ്ടു. നമ്മളോ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ ഇതിലൊന്നും കൺസേൺഡ് അല്ല. ഹൂക്കേഴ്സ്. പ്രതിരോധത്തിന്റെ ശബ്ദം ആദ്യമുയർന്നത് നടി റിനി ആൻ ജോർജിൽ നിന്നാണ്. തൊട്ടുപിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം തെറിച്ചു. വേട്ടയാടലിന്റെ ക്രൂരതകൾ അത്രയും വെളിപ്പെടുത്തിയ ശബ്ദരേഖകൾ പുറത്തുവന്നതിൽ പിന്നെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഷനിലാക്കുകയും പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്തു. ആദ്യം ഒന്ന് പതുങ്ങിയെന്ന് വരുത്തി പാർട്ടി നേതൃത്വത്തെ പോലും സൈബറിടങ്ങളിൽ വെട്ടുകിളികളെ വെച്ച് വെട്ടിനിരത്തി പൊതുരംഗത്ത് വീണ്ടും തിരിച്ചെത്തി അയാൾ വെല്ലുവിളികൾ ഉയർത്തി. സഹിക്കാവുന്നതിന്റെ എല്ലാ സീമകളും അതിക്രമിച്ചതോടെ എല്ലാ തിരിച്ചടികളെയും അവഗണിച്ച ഇരകൾ നേരിട്ട് തന്നെ നിയമ പോരാട്ടത്തിനിറങ്ങി. പറഞ്ഞു നിൽക്കാമെന്ന മിഥ്യാധാരണയിൽ ഓടി മാളത്തിലൊളിച്ച രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതിയും തിരിച്ചടിച്ചതോടെ വളർത്തി വലുതാക്കിയ പാർട്ടിയും പടിയടച്ച് പിണ്ടം വെച്ചു. അതും പാലക്കാട് MLAയായി രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഒരാണ്ടിന്റെ അതേ ഡിസംബർ 4-ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. AICCയുടെ അനുമതിയോടുകൂടി. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.